അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇക്കൊല്ലം ആരായിരിക്കും ഉദാഹരണമുണ്ട്, എച്ച് സലാമുണ്ട്, നമ്മുടെ സലാമാണ് നമുക്ക് വിചാരം. നമുക്ക് വേണ്ട, നമ്മുടെ സലാമാണ്. അതെ അതെ, സലാം ഈ 5 കൊല്ലം പുള്ളിയുടെ ഭരണ നേട്ടമൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഉദാഹരണ സാർ 65 വർഷമായിട്ട് പാർട്ടി ആളല്ലേ? അപ്പം എൻ്റെ കാല് മാറിയതുണ്ടോ? എൻ്റെ കാല് മാറി, നമ്മുടെ ആണ് മാറിയെന്നല്ല പറയുന്നത്. ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ശരിയാണ് തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മാറ്റെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ അങ്ങനെ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെന്തോ വല്ല പ്രശ്നം കാണുമായിരിക്കും, അതായിരിക്കും. എന്തായാലും അമ്പലപ്പുഴക്കാർക്ക് എച്ച് സലാം വർഷമായിട്ട് വേണം 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 എച്ച് സലാമിനെ വേണം. അതൊരു സംശയമുണ്ടോ? സലാം തന്നെ. എന്താ അങ്ങനെ പറയാനായിട്ടുള്ളത്? അത് സ്വാഭാവികമായിട്ട് അത് ഇടതുപക്ഷ മണ്ഡലമാണ്. അതുപോലെ സുധാകരൻ അത് ഇതുപോലെയല്ലേ, പുള്ളി പ്രായമൊക്കെ ആയി. സ്വാഭാവികമായിട്ടും പിന്നെ മുമ്പ് ഉണ്ടായിരുന്ന പ്രസ്ഥാനത്തെ വഞ്ചിച്ചെന്നുള്ള രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷേ പാർട്ടിക്കിടയിൽ തന്നെ സുധാകരൻ സാറിനോട് അനുഭാവമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സുധാകരൻ സാറിന് കിട്ടാനുള്ള വോട്ട് ഏതാണ്? പാർട്ടിക്കാരുടെ വോട്ടല്ലേ? അനുഭവമുള്ള കുറച്ച് പേരല്ലേ ഉള്ളൂ, ബാക്കി മുഴുവൻ ഇവിടെ കിട്ടത്തില്ലേ? UDF അവർക്കൊരു സ്ഥാനാർത്ഥി ഇതുവരെ നിർത്താൻ പറ്റിയിട്ടില്ല, അതൊരു പരാജയമായിട്ട് തോന്നുന്നു. വളരെ പരാജയമാണ്. അവിടെ ഈ സമയത്ത് ഇങ്ങനെയുള്ളൊരു വിഷയത്തിൻ്റെ ഇടയ്ക്ക് ഒരു UDF-ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നത് നല്ലൊരു മത്സരം നടന്നേനെ. യുവ നേതാവിനെ നിർത്തിയിരുന്നെങ്കിൽ നല്ലൊരു മത്സരം നടന്നേനായിരുന്നു. ഇപ്പോൾ ഏകപക്ഷീയമായിട്ട് ഒരു സംശയമുണ്ട്, ഒരു 11 മണിക്ക് മുമ്പ് ജയിച്ചിരിക്കും. ഈ തമ്മിൽ ഭേദം ഇടദോഷം തന്നെയാണ്. ആരും കോൺഗ്രസ് വന്നാൽ ഈ വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും വേണ്ട. ഈ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാമെന്നുള്ളത് ഒരു സ്ട്രോങ് ആയ ഒരു ഭരണം കാഴ്ചവെക്കാൻ ഇവിടെ കേരളത്തിൽ ഇടദോഷത്തിന് പറ്റത്തുള്ളൂ.